എങ്ങനെയാണ് ഇപ്പോൾ പൂര വിളംബരത്തിന് എത്രത്തോളം ആവശ്യം? ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്, കൊടുങ്ങല്ലൂർ എന്നാണ് പറഞ്ഞത്. അടിപൊളിയാണ്. തെച്ചിക്കോട്ടെ രാമചന്ദ്രനാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇത്തവണ ഞങ്ങൾ തെറ്റിക്കോട് രാമചന്ദ്രനെ പ്രതീക്ഷിച്ച് വന്നത്, പിന്നെ കിട്ടില്ല. ആവശ്യമുണ്ട്. നിങ്ങൾ എത്ര നേരമായി കാത്തി? കുറെ നേരമായി, രാവിലെ 9 മണിക്ക്. അവിടെ കുറച്ചുകൂടി ലൂസ് ആയിട്ടുണ്ടല്ലോ നമ്മുടെ നിയന്ത്രണം. ആ, അത് നല്ല കാര്യങ്ങളാ. സാമ്പിൾ ഉണ്ടായിരുന്നു? ഇല്ല, ഇന്നലെ വരാൻ പറ്റില്ല. ഏത് സാമ്പിളാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് പാറമേക്കാവ്. കുടമാറ്റം എങ്ങനെ ഉണ്ടായിരിക്കും? ആരുടെ കൂടെ? അത് കുത്തിരിയമ്പാടി. ഈ തെച്ചിക്കോട്ടെ രാമചന്ദ്രനെ മിസ് മിസ്സിയുണ്ട്, ഒരുപാട് മിസ്സിയുണ്ട്. രാമൻ ഫാൻസ് ആണ്. ആ, രാമന്റെ ഫാൻസ്. ആ, ഇപ്പോ ഈ ഇത്തവണ എറണാകുളം ശിവകുമാർ പക്ഷെ മോശമാക്കില്ല എന്നുണ്ടെങ്കിൽ ആ കരുതുന്നു, കുഴപ്പമുണ്ടാവില്ല. രാമൻ വരുന്ന അമ്പലം എന്നറിയും, ഈ സ്ഥലം ഫുള്ളെന്നറിയും. അതെ. നിങ്ങളൊക്കെ എങ്ങനെയാ ഒരു പൂരത്തിന് മുൻനിരയിൽ തന്നെ ഉണ്ടല്ലോ? പൂരം മുഴുവൻ തന്നെ കട്ടയ്ക്ക് ആസ്വദിക്കാൻ പിന്നല്ലാണ്ട് നമ്മുടെ തൃശ്ശൂർക്കാരായിട്ട് പിന്നെ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? പൂരാഘോഷിക്കാണ്ട് പിന്നെ തീർച്ചയായും അടുത്ത വർഷം ഉണ്ടാവും എന്ന് വിചാരിക്കും. അങ്ങനെ എല്ലാ വിലക്കുകളും ആ നിയന്ത്രണമെല്ലാം മാറിയിട്ട് വരട്ടെ. നാളെ കാണാലോ. ഇനി നാളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന പൂരത്തിന് നാളെ കുടം മാറ്റുന്നല്ലേ? കട്ടക്കുണ്ടാവും ഇതുപോലെ? ഉണ്ടാവും. തൃശ്ശൂരിൻ്റെ ഒരു പൾസാണ്. തൃശ്ശൂർ പൂരത്തിന് യാതൊരു വിധത്തിലുള്ള ഭേദങ്ങളുമില്ല. കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളെല്ലാം തന്നെ അത്യാഹ്ലാദത്തോടു കൂടി കാത്തിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളിലും ഭാഗമാവുക, അതിൻ്റെ ആസ്വാദനം പൂർണ്ണമായി തന്നെ നടത്തുക എന്നതിനു വേണ്ടി ആളുകളിനെ ഈ തിരക്കിനെയും ഈ തിരക്ക് എന്ന് പറയുന്നത് ഇത് വരും സാമ്പിൾ മാത്രമാണ് എന്നുള്ളതാണ്. നാളത്തെ ദിവസം ലോകമെമ്പാടുമുള്ള മലയാളികൾ, പൂരപ്രേമികൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട പൂരത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ദേശഭേദങ്ങളില്ലാതെ, ഭാഷാഭേദങ്ങളില്ലാതെ ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിപ്പെടും, ഇവിടെ കേന്ദ്രീകരിക്കപ്പെടും. ഈ ലോകമലയാളം ഒന്നാകെ ഈ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനമായി മാറിയ ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത വിധം ജനസാഗരം ഒഴുകിയെത്തുകയാണ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ പാണ്ടിമേളം പുരോഗമിക്കുകയാണ്. അകത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ആ പാണ്ടിമേളം പ്രദക്ഷിണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ത്രിപുട കൊട്ടി വടക്കുന്നാഥൻ്റെ ഇഷ്ടദേവതയായിട്ടുള്ള നെയ്തലക്കാവ് ഭഗവതി പ്രദക്ഷിണം പൂർത്തിയാക്കുന്നതോടുകൂടി നിലപാട് തറയിൽ 3 ശംഖ് വിളിക്കുന്നതോടുകൂടി, ശംഖനാഥം ഉയരുന്നതോടുകൂടി പൂരത്തിന് വിളംബരമാകും. പിന്നീട് ആ നെയ്തലക്കാവിലമ്മ ഈ തെക്കേ ഗോപുരനട തുറക്കുകയും ചെയ്യും.